ഹലോ ഗൈസ്. അപ്പം ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് DC ബുക്സ് വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ആലപ്പുഴ പോകുന്നതാണ് വ്ളോഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീട്ടിൽ നിന്നൊരു 12:30 ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. നേരെ പത്തനംതിട്ടയ്ക്ക് വന്നു. പത്തനംതിട്ടയിൽ നിന്ന് എനിക്ക് ആലപ്പുഴയ്ക്കുള്ള ഡയറക്റ്റ് ബസ് കിട്ടി. അത് ചാടി കയറി സൈഡ് സീറ്റൊക്കെ പിടിച്ച് കുറച്ച് നേരം കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് മുടിയുമായിട്ടൊരു മത്സരമൊക്കെ നടത്തിയപ്പോഴത്തേക്കും ആലപ്പുഴ എത്തി. ആലപ്പുഴ നമ്മൾ ഈ വെള്ളം കാണുമ്പോൾ ആലപ്പുഴ എന്ന് ഉറപ്പിക്കുമെന്ന് പറഞ്ഞ പോലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആലപ്പുഴ ഒരു 2-2.5 മണിക്കൂർ, ശരിക്കും 2 മണിക്കൂർ മതി. പക്ഷേ ഞാൻ ആലപ്പുഴ എഴുതിയപ്പോൾ 3 മണിക്കൂറായി. പിന്നെ നേരെ DC ബുക്സിൽ പോയി ബുക്ക് കറക്റ്റായിട്ട് കളക്ട് ചെയ്തിങ്ങ് വാങ്ങിച്ചു. ഞാൻ അകത്തോട്ട് കയറാനേ നിന്നില്ല. ചേട്ടനാണെങ്കിൽ ഓഫറുണ്ട്, വൗച്ചറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒന്നും നോക്കാതെ ആ പുസ്തകം വാങ്ങിച്ച് ഒരൊറ്റ ഇറക്കമായിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ അൽറാസിയിലേക്ക്. നമുക്കൊരു ആലപ്പുഴക്കാരൻ കൂട്ടുകാരനുള്ളത് കൊണ്ട് അൽറാസിയിൽ സ്പെഷ്യൽ ഐറ്റമായിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. അത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ എന്താ പറയുക, പ്രൊവോക്ക് ചെയ്ത് എന്നെ ഫുഡ് കാണിച്ച് പ്രേരിപ്പിച്ച് എന്നെ അൽറാസിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പൊന്നമ്മോ, ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ശരിക്കും ഒരു അഡാർ ഐറ്റം ഫുഡായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് നല്ല ടേസ്റ്റോടുകൂടി മനസ്സ് നിറഞ്ഞ ഫുഡ് കഴിച്ചത് ആലപ്പുഴയിലെ ഈ ബിഷ്വാരി റൈസ് വിത്ത് കൊണ്ടാട്ടം ചിക്കൻ എന്ന് പറയുന്ന നമ്മുടെ അൽറാസിയിലെ സ്പെഷ്യൽ ഐറ്റം കഴിച്ചപ്പോഴാണ്. ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. എത്തിയപ്പോൾ തന്നെ എനിക്കിത് ഓപ്പൺ ചെയ്യണമെന്നുള്ള ത്വര കാരണം അപ്പം തന്നെ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 5 പുസ്തകങ്ങളായിരുന്നു വിഷ് ലിസ്റ്റിൽ ഇട്ടിരുന്നത്. ഒന്ന് അഘോരികളുടെ ഇടയിൽ, മാധവി, കാളി, പിന്നെ പുഴക്കുട്ടി ഓൾറെഡി എനിക്ക് മുക്താർക്ക് തന്നെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. പിന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അങ്ങനെ 5 പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് DC ബുക്സ് എനിക്ക് സമ്മാനമായിട്ട് തന്നത് ശ്രീ പാർവതി ചേച്ചിയുടെ മാധവി എന്ന ഏറ്റവും റീസെൻ്റായിട്ട് DC ബുക്സ് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. പുസ്തകം മാത്രമല്ല, അതിൻ്റെ കൂടെ 2 വൗച്ചേഴ്സ് ഉണ്ടായിരുന്നു. ബുക്ക് വാങ്ങിക്കുമ്പോൾ ഉള്ള 2 വൗച്ചേഴ്സ്, ഒന്ന് ഓൺലൈൻ വൗച്ചറും ഒന്ന് സ്റ്റോറിൽ പോയി വാങ്ങിക്കാനുള്ള ഒരു വൗച്ചറും ആയിരുന്നു. അതിൻ്റെ കൂടെ ഒരു ലെറ്ററും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവർ തിരഞ്ഞെടുത്ത 1000 ഭാഗ്യശാലിയിൽ ഒരാളാകാൻ പറ്റിയതിൽ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്.